നിൽക്കുന്നോളെ. കണ്ണെറിയുന്നോളെ താമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. കുന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ താമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ. കുടിലിൻ പൊൽക്കതിരാം കൊച്ചുറാണിയാളെ കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം, നമ്മളൊന്നു പാടാം. ഓണനില പാലലകൾ ഓടി വരും നേരം എന്തിനാണ് നിൻകരള് നൊന്തുപോണൻ കല്ലി പെൺകരളേ കൺകുളിരേ, പെൺകരളേ കൺകുളിരേ, പെൺകരളേ കൺകുളിരേ. നിന്നെയോർത്തു തന്നെ പാടുകയാണെൻകരൾ പോരാടുമെൻകരങ്ങൾ, പോരാടുമെൻകരങ്ങൾ. ഒത്തുനിന്നേ പോന്നിലാവൻ നെൽക്കതിരും കൊയ്യാൻ തോളൊടു തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ, പോരുമോ നീ. നേരു നേടും പോരിൽ പെൺകരളിൽ പൊൽക്കുളിരെ നിന്നെയോർത്തു പാടും പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലോ, കാട്ടുകാരനല്ലോ. കുന്നരിവാളം വിളിയിൽ കണ്ടറിയുന്നോളെ താമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ. ചില്ലുമേടയിലിരുന്നല്ലേ കല്ലെറിയൽ വേനൽമഴ കനത്തുനിന്ന 2005 ഏപ്രിൽ മാസം നമ്മുടെ കലാ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ 3 ഉഷ്ണജ്വാലകളെ കെടുത്തിക്കളഞ്ഞുകൊണ്ടാണ് നിഷ്ക്രമിച്ചത്. അവരൂതിക്കാച്ചി പൊന്നാക്കി മാറ്റിയെന്ന് കരുതിയ നമ്മുടെ സാമൂഹിക മനസാക്ഷി ഏപ്രിലിന്റെ ഈ മഹാദുരന്തത്തെ ഗാഠമായി അനുഭവിച്ചില്ല എന്നത് നമ്മുടെ കാലഘട്ടത്തിന്റെ വൈകാരിക തലം എത്രത്തോളം ആഴമില്ലാത്തതും ശുഷ്കവുമാണെന്നതിന്റെ തെളിവാണ്. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. നമ്മുടെ ജീവിതരീതികൾക്കൊപ്പം നമ്മുടെ രാഷ്ട്രീയ സമസ്യകളും അത്യന്തം മിമിക്രിവൽക്കരിക്കപ്പെടുകയും അതേറെ അറപ്പുളവാക്കുന്ന ഹാസ്യനാടകങ്ങളായി മാറിമറിയുകയും ചെയ്ത ഒരു കാലസന്ധ്യയിൽ മനുഷ്യകുലത്തിന്റെ അതിജീവനത്തിന്റെ മഹാനാടക കളരിയിൽ നിന്ന് ആടിയും പാടിയും അരങ്ങത്തെത്തിയ ഈ മഹാമാനവർ രംഗവേദിയിൽ നിന്ന് നിഷ്ക്രമിക്കാൻ എന്തിനായി തെരഞ്ഞെടുത്തു എന്നതും ആലോചനാമൃതമാണ്. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണെന്ന് ആരാണ് പറഞ്ഞത്? വൈക്കം ചന്ദ്രശേഖരൻ നായരും KPSC സുലോചനയും കണിയാപുരം രാമചന്ദ്രനും അവരുടെ പേരുകൾ സൂചിപ്പിക്കുന്ന സ്ഥലസംഘടനാ രൂപത്തിൽ മാത്രം ഒതുങ്ങുന്നവരല്ല. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെക്കാലം മലയാളിയുടെ രാഷ്ട്രീയവും സാംസ്കാരികവും മാനവികവുമായ അനുഭവതലങ്ങളുടെ അജണ്ട രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചവരാണ്. കാലത്തിനും സാമൂഹ്യ അനീതികൾക്കും നേരെ മലയാളിയുടെ ഇച്ഛാശക്തിയെ എതിർപിടിച്ചവരാണ്. പുതിയ മനുഷ്യസങ്കല്പം മനുഷ്യരെ പൊതുജീവിതത്തിന്റെയും സംഘബോധത്തിന്റെയും മാനവിക തലങ്ങളിൽ നിന്ന് പറിച്ചുമാറ്റി ഇരിപ്പുമുറികളുടെ സ്വാർത്ഥവും ജീർണവും ചലനമറ്റതും അറപ്പുളവാക്കും വിധം സ്വകാര്യവുമായ ഇടങ്ങളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇവരുടെ ജീവിതചര്യകൾ
അവിശ്വസനീയമായ ഒരപഭ്രംശമായി മാത്രമേ കണക്കാക്കപ്പെടുകയുള്ളൂ. അവരുടെ കലാസങ്കല്പങ്ങൾ ഉൾക്കൊള്ളാനാകാത്ത വിധം വന്ധ്യമായ അവബോധം നമ്മുടെ സാമൂഹിക മനസാക്ഷി ബോധപൂർവം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ പ്രത്യേകിച്ചും. അതുകൊണ്ടുതന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും അതിന്റെ സാംസ്കാരിക പരിപ്രേക്ഷ്യവും രൂപപ്പെടുത്തുന്നതിൽ, അതിന്റെ ബൗദ്ധികവും മാനവികവുമായ ചിന്താപദ്ധതി രൂപപ്പെടുത്തുന്നതിൽ ഇവർ മൂവരും വഹിച്ച പങ്ക് ഓർത്തുവെക്കേണ്ടത് മാത്രമല്ല, തുടരെ ഓർമ്മപ്പെടുത്തേണ്ടത് കൂടിയാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് രൂപപ്പെട്ടുവന്ന് ജനങ്ങളിലേക്ക് തന്നെ വിസ്ഫോടനം ചെയ്യപ്പെട്ട മാറ്റത്തിന്റെ പതാകവാഹകരായിരുന്നു ഇവർ മൂവരും. അതുകൊണ്ടുതന്നെ ഒരേ രംഗവേദിയിലേക്ക് പല കാലങ്ങളായി സംക്രമിക്കുവാനും നിഷ്ക്രമിക്കുവാനും ഇവർക്ക് കഴിഞ്ഞു. ഒരേ കാലത്തിന്റെ, ഒരേ മാനവികതയുടെ, ഒരേ രാഷ്ട്രീയത്തിന്റെ, എല്ലാ സാംസ്കാരിക മാനങ്ങളുടെയും കലാപകലുഷിതവും എന്നാൽ പ്രത്യാശാ നിർഭരവുമായ സുവിശേഷത്തിന്റെ പ്രചാരകരും പ്രവർത്തകരുമാകാൻ ഇവർക്ക് കഴിഞ്ഞു. കാലവും ജനതയുമാണ് ആ ഭാരം അവരുടെ ശിരസിലേറ്റിയത്. കാരണം ഒരു ജനതയുടെ സ്വപ്നങ്ങൾ പൂത്തുലയുന്നത് അവർ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാംസ്കാരിക നായകരിലൂടെയാണ്. കലാകാരന്മാരും സാംസ്കാരിക നായകന്മാരും സ്വപ്നങ്ങളുടെ വാണിഭക്കാരാകുന്നതിന് പകരം സ്വപ്നങ്ങളുടെ പടയോട്ടത്തിന്റെ നായകന്മാരാകുന്നതാണ് കലാപകലുഷിതമായ ഓരോ കാലഘട്ടത്തിന്റെയും വിശേഷ സവിശേഷത. സ്വപ്നവും സ്നേഹവും കാരുണ്യവുമെല്ലാം, എന്തിന് വിദ്വേഷവും പകയും വരെ വാണിഭച്ചരക്കാക്കുന്ന അതിവിചിത്രമായ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടുതന്നെ ആയിരിക്കണം തികച്ചും ഉദാസീനവും നിഷ്ക്രിയവും നിരുന്മേഷവുമായ മനസ്സോടെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള ഇവരുടെ പകർന്നാട്ടം കേരളം ശ്രദ്ധിച്ചത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയത്. അലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരു ഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴലിൽ പഞ്ചാനടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോ, അഴലിൽ പഞ്ചാനടുവിൽ. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകുന്ന സ്വപ്നസുരഭിലമായ ഒരു കാലഘട്ടത്തിൽ